ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്നത്തെ രണ്ടാമത്തെ ടീച്ചറാണ് കരിയർ ജേണി ചെയ്യാൻ പോകുന്നത്. സോ ടീച്ചറുടെ കരിയർ ജേണി ചെയ്യുന്നതിന്റെ മുമ്പ് എനിക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, നമ്മളൊക്കെ ഒരു ജോലിക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരുപാട് ഏജ് ആയി, അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് വന്നു, ഇനിയിപ്പോ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? അതുപോലെ ചില ടീച്ചേഴ്സ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വലിയ വലിയ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ ഞാൻ ചെറിയൊരു ക്ലാസ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നാണക്കേടല്ലേ, എങ്ങനെയാ ആൾക്കാരോട് ഇപ്പൊ ഇതൊക്കെ പറയാ അല്ലെ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വലിയ വലിയ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്നുള്ളത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ചെറിയൊരു കുട്ടിയാവുന്ന സമയത്ത് നമ്മൾ ഓടാൻ പഠിച്ചിട്ടില്ല. നമ്മൾ കിടന്ന് കമഴ്ന്ന് ഇരുന്ന് നടന്ന് പിന്നെയാണ് ഓടുന്നത്. അതുപോലെയാണ് എന്തൊരു കാര്യം. എന്താണ്, നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. അപ്പൊ നമ്മൾക്ക് എവിടെയാണ് വീഴുന്നത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതൊന്ന് നടക്കാൻ നമ്മൾ പഠിക്കും. പിന്നെ അവിടെ കുറച്ച് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അടുത്ത ലെവലിലേക്ക് കയറണം. അപ്പൊ അടുത്ത ലെവലിലേക്ക് ഇനിയിപ്പോ എനിക്ക് എന്തൊക്കെ വേണം, അതിനുവേണ്ടി പണിയെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? അടുത്ത ലെവലിലേക്ക് പോകണം. അങ്ങനെയാണ് നമ്മളൊരു എൻട്രി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവും. പിന്നെ നമ്മളൊരു ബ്രാൻഡായിട്ട് മാറും. അങ്ങനെയാണ് എല്ലാവരുടെയും ഒരു ജേണി വരുന്നത്. സോ ജാസ്മിയുടെ കാര്യത്തില്, ജാസ്മി ഒമാനിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ജാസ്മി ഇതുപോലെ, എനിക്ക് ജാസ്മിയുടെ സ്റ്റോറി എൻ്റെ അടുത്ത് ജാസ്മി ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നി. എൻ്റെ തുടക്കം 1-ാം ക്ലാസ്സിന്. അതുപോലെ തന്നെയായിരുന്നു ജാസ്മി പറയുന്നത്, ഞാൻ 1-ാം ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തു, അടുത്തത് ഇതിലേക്കാണ് പോകുന്നത്, ഇവിടെ എത്തി, ഇവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ജാസ്മിന്റെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്കത് കേൾക്കാം. അതിന്റെ മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണ്, ഓരോ കരിയർ ജേണി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എന്തിനാണ്? അതിൽ നിന്ന് എന്ത് പോയിന്റ് ആണോ നമ്മുടെ ടീച്ചേഴ്സിന് കിട്ടുന്നത്, നോട്ടില്ല, നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് കരിയർ ജേണി തന്നതുണ്ട്. ഓരോ നോട്ടും ഓരോരുത്തരുടെ കരിയർ ജേണി ഡിഫറെന്റ് ആണ്. അത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക, പോളിഷ് ചെയ്യുക, അച്ചീവ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവരും നോട്ടും പെന്നുമായിട്ട് റെഡി ആവുക. ജാസ്മിയെ ലിസൺ ചെയ്യാം. ജാസ്മിയുടെ കരിയർ ജേണി ഒന്ന് ഷെയർ ചെയ്യും. എവിടെ നിന്നാണ് തുടങ്ങിയത്, ഇപ്പൊ എവിടെയാണ് ഞാൻ എത്തിയത്? ആക്ച്വലി ഒമാനിൽ വരുന്നത് എന്റെ മാരേജിന് ശേഷം. അപ്പൊ ഒമാനിൽ വന്നപ്പോ ശരിക്കും ഞങ്ങൾ ക്യാപിറ്റൽ സിറ്റിയിലായിരുന്നില്ല, നമ്മൾ ഭയങ്കര ദൂരമുള്ള ഒരു സ്ഥലത്തായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു വില്ലേജാ. നമ്മളുടെ നാട്ടിന്റെ അത്ര പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടെ. അപ്പൊ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടി 2 സ്കൂൾസേ ഉള്ളൂ. ഒരു ഇന്ത്യൻ സ്കൂളും ഉണ്ട്, ഒരു ബംഗ്ലാദേശ് സ്കൂളാണ് ഉണ്ടായിരുന്നത്. ചെറിയ സ്കൂൾസ് ആട്ടോ. അപ്പൊ അവിടെ നമുക്ക് ജോബ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി കുറെ മലയാളികളും എല്ലാവരും ഉണ്ട്, കുറെ ആളുകളുണ്ട്. ഞാൻ ഒരു വർഷത്തോളം ട്രൈ ചെയ്തു. എനിക്ക് ആ സമയത്ത് ജോലി കിട്ടിയില്ല. 2012 ആയപ്പോഴാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് തന്നെ കയറാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തിരുന്നത്. പക്ഷെ ആ സ്കൂളിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഒരു കെമിസ്ട്രി ടീച്ചറുടെ പോസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഡിഗ്രി കെമിസ്ട്രി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു എന്റെ ഡിഗ്രി. അപ്പൊ ഞാൻ എന്തായാലും ഓക്കെ, എനിക്കൊരു സ്റ്റാർട്ടിങ് എന്തായാലും വേണം. അപ്പൊ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ കെമിസ്ട്രി അതൊരു എഡെക്സൽ സ്കൂളാണ്, കാംബ്രിഡ്ജ് എഡെക്സല. അതിൽ അവർ എന്നെ കെമിസ്ട്രി ടീച്ചറായിട്ട് എടുത്തത് 9 and 10 കെമിസ്ട്രി ടീച്ചറായിട്ട് എടുത്തത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ തന്നു. എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഞാൻ ആ കെമിസ്ട്രി വിട്ടിട്ട് പിന്നെ 2 വർഷം ഓൾറെഡി ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചു, പ്യുവർ കമ്പ്യൂട്ടർ ഫീൽഡിലായി ഉണ്ടായിരുന്നു. ഈ കെമിസ്ട്രി ഞാൻ ഡെയിലി വന്നിരുന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അന്ന് നമുക്ക് ഇങ്ങനെ ഓൺലൈൻ റിസോഴ്സസ് ഇല്ല, ചോദിക്കാൻ ആളില്ല, എനിക്ക് അത്ര അധികം ആളുകളൊന്നും അവിടെ അറിയില്ല, ടീച്ചേഴ്സ് അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ എല്ലാ ദിവസവും വന്നിരുന്ന്, എനിക്ക് ചെറിയ മോളുണ്ട്, അവള് 6 മാസമായിട്ടുള്ളൂ. രാത്രി ഇരുന്ന് ഇങ്ങനെ പഠിക്കും. പഠിച്ചിട്ട് ഞാൻ പഠിച്ചത് എങ്ങനെയാണോ ഞാൻ അത് പോയിട്ട് ആ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒമാനിൽ നമ്മൾ വിസയിലോട്ട് മാറണം. നമുക്ക് ഹസ്ബൻഡ് വിസയിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര മിനിസ്ട്രി ചെക്കിംഗ് ആയിരിക്കും. അപ്പൊ ഞാനിത് വിസ എങ്ങനെ മാറാനുള്ള പ്രോസസ്സുകൾ നോക്കിയിരുന്നു. അപ്പൊ ഒരു മെയിൻ സ്കൂളിൽ പോയിട്ട് നമ്മുടെ അടുത്ത് പോയിട്ട് എക്സാം എഴുതണം. ഇവരുടെ മെയിൻ സ്കൂൾ വരുന്നത് ക്യാപിറ്റൽ സിറ്റിയിലാണ്. മെയിൻ സ്കൂളിലോട്ട് വന്നപ്പോൾ ഇവർ എനിക്ക് തന്നത് എഡെക്സലിന്റെ ഒരു പേപ്പറാണ്. ഞാൻ ഇത്രയും കുറച്ചൊക്കെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ എക്സാം എഴുതി, അത് പാസ്സായി. എന്നിട്ടാണ് പിന്നെ എന്റെ വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് കെമിസ്ട്രി ടീച്ചർ എന്നുള്ള വിസയിൽ ഞാൻ ജോബിന് കയറി. ഒരു 2-3 മാസം പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വിഷമം എനിക്കുണ്ട്. ഞാൻ ചെറിയ ക്ലാസ്സിൽ മാത്ത് പഠിപ്പിക്കുന്നുണ്ട്, സയൻസ് ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു എനിക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കണം. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്ക് കെമിസ്ട്രി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പഠിപ്പിക്കാൻ. അപ്പോഴേക്കും ഒരു കെമിസ്ട്രി ടീച്ചർ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ ക്ലാസ്സിൽ 1-2 ക്ലാസ്സിൽ ഈ സയൻസിൽ മാത്തിന്റെ കൂടെ എനിക്ക് കമ്പ്യൂട്ടർ തന്നിട്ടുണ്ടായി. പിന്നെ ഒരു 3 മാസം ആയപ്പോഴേക്കും അവര് വേറൊരു കെമിസ്ട്രി
കെമിസ്ട്രി ടീച്ചർ എടുത്തു. ഞാൻ എന്ത് ചെയ്തു, കമ്പ്യൂട്ടറിലോട്ട് മൂവ് ചെയ്തു. പക്ഷെ ഈ കുട്ടികൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഫസ്റ്റത്തെ അവർക്കറിയാം നമ്മൾ പഠിപ്പിച്ച് ഇതായി കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ടീച്ചർ വന്നു കഴിഞ്ഞാൽ, വന്നത് നല്ലൊരു ടീച്ചറായിരുന്നു, വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ചേഞ്ച് ആവാൻ. അവർ കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടാക്കി നോക്കി. പക്ഷെ ഞാനിങ്ങനെ എനിക്ക് കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടറിലോട്ട് നീ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു നമുക്ക് ഇനി അവിടെ നിന്ന് വളരാനുള്ള യാതൊരു വക ചാൻസസ് ഇല്ല നമുക്ക് അവിടെ. അപ്പോൾ ഹസ്ബൻഡിന് ജോബ് റിലേറ്റഡ് ആയിട്ട് പെട്ടെന്ന് ആൾക്ക് മസ്കറ്റിലോട്ട് മാറേണ്ടി വന്നു. അപ്പോൾ ഞാൻ മോള് ചെറുതാണ്, ഞാനുണ്ട്. പക്ഷെ എനിക്ക് അക്കാഡമിക് ഇയർ ഒന്നും കംപ്ലീറ്റ് ചെയ്യാണ്ടൊന്നും പോരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇത് ഇത്രയും ഒരു റിമോട്ട് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പൊക്കോ, കുഴപ്പമില്ല, ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഷെയർ ചെയ്ത് താമസിച്ചോളാം. അപ്പൊ ടീച്ചറുടെ കൂടെ തന്നെ ഞാനൊരു ടീച്ചറുടെ കൂടെ ഷെയർ, ഭയങ്കര സ്ട്രഗ്ലിങ് സമയമായിരുന്നു അത്. കാരണം എനിക്കത് ജോബ് ഇട്ടിട്ട് പോകാൻ വയ്യ, എനിക്ക് ഇത് വേണം. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് എനിക്ക് ട്രാൻസ്ഫറിന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, എനിക്ക് ഇങ്ങോട്ടേക്ക് മാറണം, അവിടെ ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മസ്കറ്റ് സ്കൂളിലോട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഇവർ വാങ്ങിച്ചു വെക്കും നമ്മുടെ വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയാലാണ് ഞാൻ ഇവിടുന്ന് മാറുകയാണെങ്കിൽ എനിക്ക് ഇനി വിസ പ്രോസസ്സിന് എന്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ്സ് ഇവർ സ്കൂളിൽ നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ്സ് കാണാനില്ല. നമ്മൾ കുറേ നോക്കി. അപ്പൊ ഇവർ പറഞ്ഞു അത് ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റലുള്ള സ്കൂളിലായിരിക്കും, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം, ചിലപ്പോൾ അവർ ഇങ്ങോട്ട് തന്നിട്ടുണ്ടാവില്ല എന്ന്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു 350 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ. അങ്ങനെ ലീവൊക്കെ എടുത്ത് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ HR പറഞ്ഞു ഇവിടെ ഇല്ല, ഞങ്ങൾ ഓൾറെഡി അത് അങ്ങോട്ട് തിരിച്ചയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്ത് സാധനം ഇല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനെ മിസ്സിംഗ് ആണല്ലോ. അങ്ങനെ ഞങ്ങളും അവിടെ കുറെ സെർച്ച് ചെയ്ത് കാണാനില്ല. അപ്പൊ ഇവര് പറഞ്ഞത് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പളിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നാണ്. അങ്ങനെ വീണ്ടും ഇവിടെ സാറിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ സ്കൂളിൽ സെർച്ച് ചെയ്യുന്ന സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നു, ഡോക്യുമെന്റ്സ് നോക്കുന്നു. അതിന്റെ ആകെ കുറച്ച് സോഫ്റ്റ് കോപ്പീസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ശരിക്കും ഞാൻ ബ്ലോക്കായി. എനിക്ക് മാറണമെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് വേണം. ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു വീക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പള് പെട്ടെന്ന് മരിച്ചുപോയി. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം സ്കൂളിൽ വരാണ്ടായപ്പോ അന്വേഷിച്ച് നോക്കിയപ്പോ റൂമിൽ മരിച്ചു കിടക്കുന്നു. അപ്പൊ എന്റെ കംപ്ലീറ്റ് എല്ലാതും ബ്ലോക്കായി. എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ സർട്ടിഫിക്കറ്റ്സ് ഇല്ല, ഹസ്ബൻഡ് ഇവിടുന്ന് പോയി. എനിക്ക് ഇനി മാറണമെങ്കിൽ എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യണ്ടേ. ഞാൻ അങ്ങനെ തിരിച്ച് ആ അക്കാഡമിക് ഇയർ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ മസ്കറ്റിലോട്ട് പോവാണ്. ഞാൻ ഇങ്ങോട്ട് വന്നു. ഹസ്ബൻഡിനും ആ ഒരു സ്ട്രഗ്ലിംഗ് ഇതായിരുന്നു. ആൾ പുതിയ ജോബിലൊക്കെ കയറിയിട്ടുള്ള ഒരു സമയമായിരുന്നു. ഞങ്ങളൊരു ഫ്രണ്ടിന്റെ ഒക്കെ കൂടെ ഞാനും ഹസ്ബൻഡും ഒക്കെ കൂടി ഈ മെയിൻ സ്കൂളിൽ പോയിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതെന്റെ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ എന്ത് സാധനം കൊടുക്കുമ്പോഴും അവരുടെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിക്കുമായിരുന്നു. ഇന്ന സാധനങ്ങൾ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എഴുതി എന്റെ കയ്യിൽ ഞാൻ കീപ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഡോക്യുമെന്റ്സ് എന്റെ അടുത്തുണ്ട്. കാരണം ഇത് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചു. ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യും, എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സമയം ഇവിടെ ഒരു വല്ലാത്തൊരു നിയമമുള്ള സമയമായിരുന്നു. നമ്മളുടെ ഒരു ജോബ് വിസ അടിക്കുന്നത് 2 ഇയേഴ്സിനാണ്. അപ്പൊ ആ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ടാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവര് ക്യാൻസൽഡ്, അതായത് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ പാസ്പോർട്ടിൽ അടിച്ചു തരും. നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ജോബിലോട്ട് തിരിച്ചു വരാൻ പറ്റില്ല, ഫാമിലി വിസയിൽ വരാം. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് പോകണമെങ്കിൽ ആ കമ്പനി നമുക്ക് NOC തരാം. അങ്ങനെ NOC തന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വേറെ ഇപ്പൊ പ്രസന്റ്ലി നമുക്ക് ഇവിടെ ക്യാപിറ്റൽ സ്കൂളിൽ വാക്കൻസീസ് ഒന്നുമില്ല, കമ്പ്യൂട്ടറിലും തീരെ വാക്കൻസി ഇല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തോ. എന്നിട്ട് ആ സ്കൂളിലെ ഡയറക്ടർ പറഞ്ഞു എന്റെ റെഫറൻസ് വെച്ചോ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കറന്റ്ലി ഇവരുടെ വിസയിലാണല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ജോബിന് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ CV കൊടുക്കുന്നുണ്ട്, CV കൊടുക്കുന്നുണ്ട്, ഓൺലൈനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഈ വിസയിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങോട്ട് അന്വേഷിച്ച് പോകാനും പറ്റില്ല. കാരണം വേറൊരു സ്കൂളിലോട്ട് ഇവർ NOC തന്ന ഞാൻ മാറിക്കഴിഞ്ഞാലും എനിക്ക് വിസ അടിക്കാൻ പറ്റില്ല, എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ല. അപ്പോ ഒരു ദിവസം ഇതുപോലെ ഇത് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു പ്രൈവറ്റ് സ്കൂളിൽ പോയി, 12th വരെയുള്ള പ്രൈവറ്റ് സ്കൂൾ. അവിടെ ചെന്നപ്പോ അവര് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തിട്ട് ഇരിക്കൂ. അപ്പൊ ഈജിപ്ഷ്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണ്. ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിക്കാന്നുള്ളത് പറയാറ്, ഇവരെന്ത് ഇരിക്കാൻ പറയുന്ന അവർക്ക് ഇരുന്നപ്പോ നിങ്ങൾക്ക് എന്നാ ജോയിൻ ചെയ്യാൻ പറ്റാന്നാണ് ആദ്യം എന്നോട് ചോദിക്കുന്നത് എന്റെ CV നോക്കിയിട്ട്.
ഞാൻ പറഞ്ഞു ഓക്കെ, നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പിന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു അന്നത്തെ ദിവസം ഞാൻ ജോയിൻ ചെയ്യാം. കാരണം എനിക്ക് മോളെ ഏൽപ്പിക്കാനും കുറച്ച് സ്ഥലം നോക്കണമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ അത്യാവശ്യമായിട്ട് ടീച്ചറെ വേണം. ഞങ്ങളുടെ ടീച്ചർ ഉണ്ടായിരുന്ന വിസ്റ്റ് വിസയിലായിരുന്നു, അവർ പെട്ടെന്ന് പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കമ്പ്യൂട്ടർ ടീച്ചർ വേണം. ഞങ്ങളുടെ ചെറിയ സ്കൂളാണ്, 1-ാം ക്ലാസ് തൊട്ട് 11-ാം ക്ലാസ് വരെ നിങ്ങൾ തന്നെ ആയിരിക്കും കമ്പ്യൂട്ടർ ടീച്ചർ. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ അവിടെ പോയി. അപ്പൊ എനിക്ക് ഈ അറബ്സിന് പഠിപ്പിച്ചിട്ട് ശീലമില്ല. ഞാൻ മറ്റേ സ്കൂളിലായതുകൊണ്ട് അതും ഏഷ്യൻ കുട്ടികളാണ്, പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ആയതുകൊണ്ട് എനിക്ക് അറബ്സിന് പഠിപ്പിച്ചിട്ട് ശീലമില്ല. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയി. കുട്ടികൾ ഭയങ്കര ഹൈപ്പറാണ്, ഭയങ്കര ബഹളാണ്. അവര് ടീച്ചറിനെ എന്ത് വേണമെങ്കിലും വിളിക്കും, അവർ ഇറങ്ങിപ്പോകും. അപ്പൊ എനിക്കിങ്ങനെ ഞാനിത് എങ്ങനെ ക്ലാസ് റൂം മാനേജ് ചെയ്യും? എനിക്ക് പറ്റുന്നില്ല. 1-ാം ക്ലാസ് തൊട്ടിട്ട് 11-ാം ക്ലാസ് വരെ പഠിപ്പിക്കണം, ഇത്രയും ക്ലാസ്സസ് ഞാൻ നോക്കണം. അതിൽ പുതിയ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതെനിക്ക് അറിയില്ല. കാരണം ഞാൻ പ്യുവർലി ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടീച്ചർ ആയിരുന്നില്ല, ഞാൻ ഇൻ ബിറ്റ്വീൻ വേറെ അതും ഇതൊക്കെ പഠിപ്പിച്ചിരുന്നതാ. അപ്പൊ ഇവര് എന്നെ ഒരു 2 ദിവസത്തെ ഒരു ട്രെയിനിങ്ങിന് വിട്ടു. ആ ട്രെയിനിങ്ങിൽ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ പതുക്കെ ഞാനതിങ്ങനെ സെറ്റ് ആവുന്നുണ്ട്. പക്ഷെ സ്കൂളുകാർ എൻ്റെ അടുത്ത് എൻ്റെ ഡീറ്റെയിൽസ് ഇത് ചോദിച്ചു തുടങ്ങി. ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും, ഞങ്ങൾക്ക് വിസയിലോട്ട് മാറണം. അപ്പോൾ നമ്മളിവിടെ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യണമെങ്കിൽ എക്സ്പാട്രിയേറ്റ്സ് ടീച്ചറിന് IELTS വേണം. IELTS 6.5 6 എന്തായാലും നിർബന്ധമാണ്. അപ്പൊ ഞാൻ IELTS എടുത്തിട്ടില്ല, കാരണം മറ്റേ സ്കൂളിൽ നമ്മുടെ ഏഷ്യൻ സ്കൂൾസിൽ നമുക്ക് IELTS വേണ്ട. അപ്പൊ ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് IELTS വേണം. ഞാൻ IELTS എടുത്തിട്ടില്ല. അപ്പൊ IELTSന് പോകാനുള്ള ഒരു സമയം എനിക്കില്ല. പക്ഷെ എനിക്ക് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ അപ്പോഴും ഞാൻ മറ്റേ സ്കൂളിൽ ഞാൻ വിസയിലുള്ള സ്കൂളിനെ ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര റിസ്ക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫാമിലി വിസയിൽ നിന്ന് നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോയാൽ ചെക്കിങ് വന്നു കഴിഞ്ഞാലും നമുക്ക് പറയാം നമ്മുടെ വിസ അണ്ടർ പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ട് സ്കൂളുകാർ ഡോക്യുമെന്റ്സ് കൊടുക്കും. പക്ഷെ ഞാൻ വേറൊരു വിസയിലല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഇങ്ങനെ ഇവരിങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അവര് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രൈമറിയിൽ ഒരു വാക്കൻസി വന്നിട്ടുണ്ട്, ഗ്രേഡ് 1 ആണ്, ഫോം ടീച്ചറായിട്ട്. ഫോം ടീച്ചർ എന്നാണ് അവർ പറയുന്നത്, ക്ലാസ് റൂം ടീച്ചറിന്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ജോയിൻ ചെയ്യാന്ന് വെച്ചു. ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് സബ്ജക്ട് ഇതൊന്നും അല്ല വേണ്ടത്, എനിക്കിപ്പോ സെക്യൂർ ആയിട്ട് നിൽക്കാൻ ഒരു സ്ഥലം വേണം, എനിക്ക് ഇത്ര റിസ്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്റെ വിസ എനിക്ക് അവരെ ഒന്ന് NOC ഒന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ സെക്യൂർ ആയി. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്കിപ്പോ കുറച്ചും കൂടി സമയം കിട്ടും എനിക്ക് എന്റെ പുതിയ സർട്ടിഫിക്കറ്റ്സ് ആക്കണമെങ്കിൽ മാമിനെ അറിയാലോ, നമ്മളെ നാട്ടിൽ പോകണം, നമ്മൾ അവിടെ ഇനി മറ്റേ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ പുറകിൽ നടക്കണം, എന്നാലേ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്ത് ഗ്രേഡ് 1 ക്ലാസ് ആണ്. 49 സ്റ്റുഡൻസ് ഉണ്ട് എന്റെ ക്ലാസ്സിൽ. ഞാനിങ്ങനെ എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇവരെ ഞാൻ 4 ലൈൻ കോപ്പിയിൽ എഴുതി പഠിപ്പിക്കണം. എനിക്ക് തന്നെ അത് പ്രാക്ടീസ് ചെയ്യേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ. ഇംഗ്ലീഷ് എടുക്കണം, സയൻസ് എടുക്കണം, മാത്ത് എടുക്കണം. അപ്പൊ കുറെ സെക്ഷൻസ് ഉള്ളത് കൊണ്ട് എല്ലാ ടീച്ചേഴ്സിനടുത്ത് നോട്ട്സും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഒരു സബ്ജക്റ്റ് ആണ് അവർ തരിക, നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനും. അപ്പോ അവര് ഭയങ്കര എന്താ പറയാ ഫോർമാറ്റ് ഇതൊക്കെ നോക്കുന്നവരെയാണ്. ഒരു ലൈൻ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒക്കെ റിജക്ട് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ഇത് ഗ്രേഡ് 1 എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചു തുടങ്ങി. എങ്ങനെ ചെയ്യാ, എന്താ ചെയ്യണ്ടേ, അതിങ്ങനെ കാരണം അത്രയും ബേസിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടാ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ. അതും എൻ്റെ ഒരു ഡ്രോബാക്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ എന്നാലും ഇവരെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ എനിക്ക് പറ്റുന്ന പോലെ ട്രെയിൻ ചെയ്തു. പക്ഷെ ഞാൻ അവിടെ എനിക്കൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരോടൊരു സൗത്ത് ആഫ്രിക്കൻ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ മോന് ഭയങ്കര ഹൈപ്പർ ആയിരുന്നു. പക്ഷെ ഞാൻ അവനെ പഠിപ്പിച്ചു തുടങ്ങിയ ശേഷം അവനെ എഴുതാൻ തുടങ്ങി, അവൻ സംസാരിക്കാൻ തുടങ്ങി. ആ പാരന്റ്സ് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു മാം എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കപ്പോ ഇതും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്നതാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ അവിടെ ഞാൻ അങ്ങനെ ഒരു 2 വർഷത്തിന് മുകളിൽ നിന്നു. പക്ഷെ അപ്പോഴും എനിക്കിങ്ങനെ ഞാൻ എന്റെ സബ്ജക്ട് ഞാൻ പഠിപ്പിക്കുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് ആ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ കുറച്ച് നാൾ ഒരു ടീച്ചർ എന്തോ ഒരു ലീവിന് എന്തോ പോയപ്പോ ഞാൻ ചെറിയ ക്ലാസ് 3ഉം 4ഉം ഒക്കെ എനിക്ക് കമ്പ്യൂട്ടർ അവർ കുറച്ച് നാൾക്ക് തന്നു. അപ്പൊ ഞാൻ പോയി അവിടെ പോയി ആ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നതും ഞാൻ ഈ ഗ്രേഡ് 1 പെർഫോം ചെയ്യുന്നതും ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ 3ഉം 4 ഈവൻ 3 4 ആയാലും ഞാൻ എന്റെ സബ്ജക്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. മറ്റേത് ഞാൻ ഭയങ്കര സ്ട്രെസ് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോ ആ സമയത്ത് പിന്നെ ഞാൻ സെക്കൻഡ് ഡെലിവറി ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡെലിവറിയുടെ ഒക്കെ തലേദിവസം വരെ ഞാൻ സ്കൂളിലുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് നാളത്ത് മാത്രമേ ലീവൊക്കെ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് പക്ഷെ അപ്പോഴേക്കും ഈ ഒരു ടെൻഷൻ ഉണ്ട്. മക്കൾ രണ്ടുപേരും ചെറുതാണ്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു.
ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആളുടെ ഒരു ജോബ് ടൈം ഒക്കെ കാരണം. ആകെ ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്നെ തന്നെ ഇതാക്കുന്ന പോലെ. മക്കളെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഒന്നും ചെയ്യാം, സ്കൂളിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മക്കളെ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ബ്രേക്ക് എടുക്കാം. അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പറ്റും നീ നാട്ടിൽ പൊക്കോ കുറച്ച് നാൾക്ക്, അത്രയും ഹെൽത്ത് വൈസ് ഞാൻ ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പോൾ ഈ നിയമമുണ്ട് കേട്ടോ, നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടു. ആ പാസ്പോർട്ട് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്, റെഡിൽ അടിച്ചിട്ടു ബാൻഡ് എന്ന് പറയും. എന്തായാലും വേണ്ടില്ല വിചാരിച്ചിട്ട് ഞാൻ നാട്ടിലോട്ട് പോയി. ഒരു 6 മന്ത് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അവിടെ വീട്ടിലെ മക്കളെ നോക്കിയിരുന്നു. ചെറുതാണല്ലോ രണ്ടുപേരും, പിന്നെ അവരെ നാട്ടിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നോക്കിയിരുന്നു. 6 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, കാരണം ഈ കമ്പ്യൂട്ടർ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ സെന്റർ പോലത്തെ ഞാൻ പോയിട്ട് ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ അവിടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 കുട്ടികൾ ഇങ്ങനെ ഡിഗ്രിയുടെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ അവരെന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ അസിസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താ, എനിക്ക് അവരുടെ കൂടെ പഠിക്കുകയും ചെയ്യാം. ഇതൊക്കെ പുതിയ കമ്പ്യൂട്ടർ പറഞ്ഞാൽ പുതിയത് ഡെയിലി വരികയാണല്ലോ. അപ്പോൾ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു റീസൺ ഉണ്ടാകുമ്പോൾ എന്തായാലും നമ്മൾ പഠിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓക്കെ ഞാൻ ചെയ്തോളാം പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് കൂടെ അവർക്ക് അത് അസിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമ്മളിങ്ങനെ ഈ വെക്കേഷനിൽ ജസ്റ്റ് ഇവിടെ വരും പോവും. അപ്പോൾ എനിക്ക് ഇനി ഇവിടെ വന്ന് ജോബ് നോക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് അപ്പൊ ഇല്ലാതായിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ നാട്ടിൽ ഇങ്ങനെ ഇതന്നെ കഴിഞ്ഞിട്ട് വല്ല ഒരു ഗസ്റ്റ് ലെക്ചറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് കയറാം, അവിടെ നിൽക്കാം. മോളെ ഞാൻ അവിടെ സ്കൂളിൽ ചേർത്തി. അങ്ങനെ പിന്നത്തെ ഒരു വർഷം കൂടി കഴിഞ്ഞ് വീണ്ടും ഒരു വെക്കേഷൻ വന്നപ്പോൾ, അപ്പോഴേക്കും ഇവിടെ ശരിക്കും റിക്രൂട്ട്മെന്റ് വരിക ഡിസംബർ ഒക്കെ തൊട്ട് തുടങ്ങിയിട്ട് തന്നെ ഇവർ അന്വേഷിച്ചു ടീച്ചേഴ്സിന്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് ഇന്ത്യൻ സ്കൂൾസിന്റെ ന്യൂ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മറ്റുള്ള സ്കൂൾസ് ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും മറ്റേ സ്കൂൾസ് ക്ലോസ് ചെയ്തിട്ട് അവർ ഓഗസ്റ്റിൽ തുടങ്ങും. അപ്പൊ അവര് മിക്കതും ടീച്ചേഴ്സിനൊക്കെ ഈ ഒരു ടൈമിൽ അവര് ഫിക്സ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇല്ലാത്തതാണ് ഇവർ ഓഗസ്റ്റ് തുടങ്ങുമ്പോൾ നോക്കുക. അപ്പൊ ഞാന് പിന്നീട് വന്നപ്പോ പിന്നെ പറഞ്ഞ മോള് നമുക്ക് സ്കൂളിൽ ഇവിടെ എടുത്തിട്ട് ഇവിടെ നിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും, ഞാൻ വന്ന ഒരു ജൂൺ ആ ഒരു സമയമായപ്പോഴേക്കും ഇവിടുത്തെ ഞാനൊരു ജോബ് നോക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ഇവിടുത്തെ ഏകദേശം എല്ലാതും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് വേറെ ജോബിന് കയറാന് ഇതപ്പോ 2019 ആയിട്ട് കേട്ടോ അപ്പോഴോട്ടും. അതിന് ഞാൻ എന്താ ചെയ്താന്ന് വെച്ചാല് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ഈ ഏരിയയിലെ എല്ലാ ചെറുതും വലുതും സ്കൂൾസിന്റെ നെയിം ഇങ്ങനെ എഴുതി വെച്ചു. ഫുള്ള് എഴുതി വെച്ചിട്ട് അതിന്റെ ഈച്ച് എല്ലാവരുടെയും വെബ്സൈറ്റ്സ് ഓപ്പൺ ചെയ്യും. അതിൽ കരിയറിൽ പോയിട്ട് അവർ ടീച്ചറെ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ലേ എന്നുള്ളതൊന്നും ഞാൻ നോക്കൂല, അതിലാണ് അപ്ലോഡ് ചെയ്യും. പിന്നെ ഏതെങ്കിലും പ്രൈമറി ടീച്ചേഴ്സിനെ ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ എൻ്റെ CV മാറ്റും. അതായത് പ്രൈമറി ടീച്ചർ എന്നുള്ളത് അവിടെ ഹൈലൈറ്റ് ചെയ്യും. മറ്റേത് ഇവിടെ ഇതാക്കിയിട്ട് നമ്മുടെ കവർ ലെറ്ററും മാറ്റും, അപ്ലിക്കേഷനും എല്ലാതും മാറ്റും, അങ്ങനെ ഇടും. എത്ര CVs ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഓരോരോ ഇതിൽ പോവുക ഇടുക, അല്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇതുപോലെ വാക്ക് ഇൻ ഇന്റർവ്യൂസ് ഉണ്ടായാലും പോവും. നേരിട്ട് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നത് ഹസ്ബൻഡ് നന്നായി ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. കുറേ നമ്മളിങ്ങനെ പ്രിന്റ് എടുത്തു വെക്കും. ആള് പോണ സമയത്ത് ആളെവിടെ കാണാച്ചാൽ ആളും കൊടുക്കുമായിരുന്നു, നേരിട്ടിട്ട് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പൊ ചില സ്കൂൾസിലൊക്കെ നമ്മൾ ചെന്ന് നേരിട്ട് കൊടുക്കുമ്പോൾ അവരപ്പൊ തന്നെ നമ്മുടെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസും ഇതൊക്കെ ചോദിച്ചിട്ട് ഓക്കെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിടും. ഇവിടെ ഇതുപോലെ വാക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നപ്പോ പോയി ഒരു ഇന്ത്യൻ സ്കൂളിലായിരുന്നു വാക്കിൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്ന പോയി. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ 2000 മുകളിൽ ടീച്ചേഴ്സ്. അപ്പൊ ഞാൻ ഈ ക്യാപിറ്റലിൽ വന്നിട്ട് ഇങ്ങനെ ജോബ് ഹണ്ട് ചെയ്യണ ആദ്യമായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും ടീച്ചേഴ്സോ, ഇത്രയും ക്വാളിഫൈഡ് ടീച്ചേഴ്സിന് എനിക്കിപ്പോ എവിടുന്ന് കിട്ടാനാ? അപ്പൊ അവര് ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നിങ്ങൾ ഇന്ന സബ്ജക്ട്സിന് BEd ഇല്ലാത്തവർക്ക് പോവാം, നമ്മുടെ എക്സാം എഴുതാൻ പറ്റില്ല. ഇന്ന സബ്ജക്ട്സിന് BEd വേണ്ട, അവർക്ക് സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ കുറച്ച് 200 ടീച്ചേഴ്സ് പുറത്തു പോയി. പിന്നെ അവർ അന്ന് എക്സാം എടുത്തത് ശരിക്കും ഒരു 2-3 ലെവലുണ്ടായിരുന്നു. ഒന്ന് IELTS ബേസ്ഡ് പോലത്തെ ഒരു ഇംഗ്ലീഷ് എക്സാം, പിന്നെ സബ്ജക്ട് ബേസ്ഡ്, അത് കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ ഒക്കെ ആയിട്ട്. അപ്പൊ ഈ ഒരു 3 സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ വെബ്സൈറ്റിൽ പേരിടും സെലക്ടഡ് ടീച്ചേഴ്സിന്റെ. ഞാൻ നോക്കിയപ്പോൾ 5 ടീച്ചർമാരെ പേരിട്ടിട്ടുണ്ട് ICTക്ക്, അതിലുണ്ട് എന്റെ പേര്. അപ്പൊ ഞാൻ കൊള്ളാലോ. അങ്ങനെ ഇവരെന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന ദിവസം നിങ്ങൾ ഡെമോക്ക് വരണം, ഡെമോക്ക് വരുമ്പോൾ നിങ്ങൾ ഇന്ന സ്ക്രാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ എനിക്കിത് എന്താന്ന് തീരെ അറിയില്ല. ഞാൻ ഇത് ആദ്യമായിട്ടൊക്കെ വെക്കുന്നത് തന്നെ, അവിടെ ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇതെന്താ സംഭവം? അപ്പോഴേക്കും ഇത് ഈ ഒരു പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഞാൻ ഒരാഴ്ച ഇരുന്ന് പഠിച്ചു.
ഇതെന്താ സാധനം എന്നുള്ളത് പഠിച്ചു. ഞാൻ പോയി ഡെമോ എടുത്തു. പക്ഷെ എനിക്ക് അവർ പറഞ്ഞു ഓക്കെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. അപ്പൊ ഈ 2019 എൻഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇൻ ബിറ്റ്വീൻ എന്തോ ടീച്ചറെ വേണ്ടതുകൊണ്ടാണ് അവർ ചോദിച്ചത്. പിന്നെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ന്യൂസ് കാണുന്നുണ്ട്, എന്തോ വൈറസ് ചൈനയിൽ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ സ്കൂള് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ വേറൊരു ഇന്ത്യൻ സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു. ഇതുപോലെ അവിടെയും ഇന്റർവ്യൂ ഇതൊക്കെ കഴിഞ്ഞ് ഡെമോ ലെസൺ വരെ എത്തി. അപ്പൊ ഈ രണ്ട് സ്ഥലത്ത് ഡെമോ ലെസണിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ജാനുവരി ഒക്കെ ആയപ്പോഴേക്കും പിന്നെ നമ്മൾ അറിയാത്ത കുറെ വാക്കുകളായി. ലോക്ക്ഡൗൺ, ക്വാറന്റീൻ, ഇത് അപ്പൊ മൊത്തം എന്താ ചെയ്യണ്ടേ, നമ്മൾ എവിടെയാ നിൽക്കുന്നത്, നമ്മൾ മരിക്കാൻ പോവാണ്, ഫുള്ള് ആകെ ഒന്നും അറിയില്ലല്ലോ. മോളുടെ എഡ്യൂക്കേഷൻ ഓൺലൈൻ ആവുന്നു. അപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് എങ്ങനെ അറിയില്ല, ഇതെന്താ. അപ്പൊ പിന്നെ എല്ലാതും സ്റ്റോപ്പ് ആയിട്ടാ. ഫുള്ള് നമ്മളെ ഏരിയ ഒക്കെ ഒരു 1.5 വർഷത്തോളം ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ ഇനിയിപ്പോ ആ ഒരു സമയത്ത് എല്ലാവർക്കും ഉള്ള പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നുപോയി. ഒന്ന് ഇതൊക്കെ ഓപ്പൺ ആക്കാൻ തുടങ്ങിയപ്പോൾ പക്ഷെ അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഇതൊക്കെ ചെക്ക് ചെയ്തു. കുറെ യൂട്യൂബ് വീഡിയോസ് വന്നു തുടങ്ങി. സ്ക്രാച്ച് പഠിപ്പിക്കുന്നവര്, പൈത്തൺ പഠിപ്പിക്കുന്നവര്. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ, ഇത്രയും സമയം ഈ മക്കളെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം ഞാൻ എനിക്കൊരു ടൈം കിട്ടും, ഇത്ര സമയം ഞാനിത് പഠിക്കും. കാരണം ഇതൊക്കെ എനിക്ക് പുതിയതാണ്, ഞാനിതൊക്കെ പഠിച്ചുണ്ടാക്കണം. ഇനി ഞാൻ എവിടെയെങ്കിലും പോകണ്ടെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ അറിയണം. അപ്പൊ ഞാനും ഇവരെ കൂടെ ഇത് പഠിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിലും മോന് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അവനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ബിറ്റ്വീൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് ഇടയിൽ ട്യൂഷൻ സ്റ്റുഡൻസ് ഒരു കുട്ടി വന്നു. അത് മലയാളം എടുക്കാനാണ്. അതാണ് ഏറ്റവും ഇത്. 10ാം ക്ലാസ്സിൽ അവൻ എക്സാമിന് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ അത് ചെയ്തു. വേറൊരു കുട്ടി വന്നു KG. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു എടുക്കാന്നാ. ഞാൻ വിചാരിച്ചു വേണ്ട, എടുക്കാം, വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, നമ്മൾ ഈ ഒരു സമയം നമുക്ക് ഇതാക്കാം. അപ്പൊ ആ മോനെ ഞാനാണ് എഴുത്തും ഇതൊക്കെ പഠിപ്പിച്ചത് ചെറിയ ഇതില്. അപ്പൊ അവനെ ഞാൻ എടുത്തു. അപ്പൊ ആ കൊച്ചുണ്ടാവും. അപ്പൊ അവനെ എടുക്കുന്ന സമയത്ത് മോനെ ഇരുത്തും. അങ്ങനെ രണ്ടുപേരായിട്ട് ഒരുമിച്ച് അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ കോവിഡിന്റെ ഇത് ഉണ്ട്. അപ്പൊ കോവിഡ് കഴിഞ്ഞ് മെല്ലെ സ്കൂൾസ് ഒക്കെ പതുക്കെ പതുക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം വീണ്ടും ഈ പ്രോസസ്സ് തുടങ്ങി. ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അത് ടീച്ചിങ് പ്രൊഫഷൻ മാത്രമല്ല, മറ്റുള്ളത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഈ കമ്പനി ഇതില് ഫീമെയിൽസിന് വിസ കിട്ടുന്നില്ല ഇപ്പൊ അങ്ങനെ. പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ വിസ അങ്ങനെ കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് IT അക്കൗണ്ട് ഫീൽഡിലൊക്കെ ഹ്യൂമാനൈസേഷൻ ആയി. അപ്പൊ അവർക്കാണ് മുൻതൂക്കം. അപ്പൊ ഇവിടെ ഫീമെയിൽസ് വർക്ക് ചെയ്യുന്നത് അധികം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ തന്നെ അവരിങ്ങനെ ഒക്കെ ബാക്ക് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വിസ കൊടുക്കുന്ന കമ്പനീസ് ഭയങ്കര കുറവാ. അപ്പോ എന്നാലും ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും. എല്ലായിടത്തും അപ്ലൈ ചെയ്യും. ചിലയിടത്തൊക്കെ നേറ്റീവ് സ്പീക്കേഴ്സിനെ മതി അവർക്ക്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഈ IT ഒരു കമ്പനിന്ന് അവര് വിളിച്ചു. പക്ഷെ അവർക്ക് നമ്മള് ഫാമിലി വിസയിലായതുകൊണ്ട്, വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ വിസയിലാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഫാമിലി വിസയിലായതുകൊണ്ട് അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് കോൾ വരുമ്പോൾ ഒരു സന്തോഷം, ഓക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മുടെ CV. അങ്ങനെ ഞാനിങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് അവർ വിളിച്ചു. അവിടെ കൊണ്ടുകൊടുത്തതാ. അവിടെ കൊണ്ടുകൊടുത്തപ്പോ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ഇന്ന ദിവസം വായു, സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അന്നത്തെ ദിവസം തന്നെ ഞാൻ വേറൊരു സ്കൂളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അത് ഇൻ മിഡിൽ ഓഫ് അക്കാഡമിക് ഇയർ വെച്ചാൽ പിന്നെ അത് കോവിഡ് ഒക്കെ തുറന്നതായിട്ടൊരു മിഡിലായിട്ടുണ്ട്. ഒരു സെമസ്റ്റർ കഴിയുന്ന ഒരു സമയമായിട്ടുണ്ട്, ഒരു നവംബർ ഒക്കെ ആയിട്ട്. അപ്പോ കൊണ്ടുകൊടുത്തു. ഈ രണ്ടാമത് കൊടുത്ത ആ സ്കൂളിൽ നിന്ന് അവർ എന്നെ മെസ്സേജ് ചെയ്തു, നിങ്ങളൊരു ഡെമോ ക്ലാസ്സിന് വരണം, നിങ്ങളുടെ ടോപ്പിക്സ് ഇതാണ്, നെക്സ്റ്റ് ഡേ വരുന്നതാണ്. അപ്പൊ ഞാൻ വേഗം ബുക്കൊക്കെ, ഇത് അവർ ഗ്രേഡ് 5 പിന്നെ 9 ഒക്കെയാണ് എൻ്റെ അടുത്ത് തന്നത്. ഗ്രേഡ് 5ന്റെ ടോപ്പിക്, 9ന്റെ ടോപ്പിക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് ഒക്കെ നോക്കി പ്രിപ്പയർ ചെയ്ത് ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ അവിടെ എക്സാം ആയിരുന്നു. അവരത് പറയാൻ എൻ്റെ അടുത്ത് വിട്ടുപോയി. കുട്ടികളൊക്കെ നേരത്തെ പോയി, വേറൊരു ദിവസം വരാൻ പറഞ്ഞു. ഞാൻ പോയി ഡെമോ ലെസൺ കൊടുത്തു. പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് അവർ കഴിഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ 2 ദിവസം കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ആളുകൾ നിങ്ങളുടെ കൂടെ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റ് തൊട്ട് മുമ്പ് കൊടുത്ത ആ സ്കൂളിൽ നിന്നും അവരെന്റെ അടുത്ത് ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞു എനിക്ക് ഇങ്ങനെ വേറെ ഇതുണ്ട്, ഞാൻ ഇത് നോക്കിയിട്ട് ഇതാണ് എന്റെ കരിയറിനായിട്ട് അലൈൻ ചെയ്തുകൊണ്ട്, കാരണം അവർക്ക് സയൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു മറ്റേ സ്കൂളിൽ. ഞാൻ പറഞ്ഞു ഞാൻ ഇതാണ് എന്റെ ഇതിൽ അലൈൻ ചെയ്ത് പോവാം, സോറി ഒക്കെ അവരടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവര് വിളിച്ചിട്ട് പറഞ്ഞു നെക്സ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യണം.
അപ്പോൾ നമ്മൾ ഇൻ മിഡിൽ ഒരു സെമസ്റ്ററിൽ പോയിട്ട് ജോയിൻ ചെയ്യാണ്. എനിക്ക് വന്ന ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 4, 5, 6, 7, 8, 9 ഇത്രയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ സിസ്റ്റം അറിയില്ല, സ്കൂളിന്റെ ഇത് അറിയില്ല. നമ്മളെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കും സമയമില്ല, എല്ലാവരും ഫുൾ പാക്ഡ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, എവിടെ? അപ്പൊ നല്ല എന്താ പറയാ, അവിടെ പറ്റുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നു വെച്ചാൽ, പക്ഷെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു തരാനുള്ള സമയമില്ല. ഒരു ഒരു 3-4 മന്ത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാപ്പകലില്ലാതെ നോട്ട്സ് ഉണ്ടാക്കലും ചെയ്യലും ഇതിങ്ങനെ എന്താ അത് പഠിച്ചെടുക്കണ്ടേ. ആ ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സെറ്റായി, പഠിച്ചെടുത്തു. പിന്നെ ഇപ്പോഴും ഞാൻ ആ സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നിപ്പോ ഗ്രേഡ് 9 വരെയായിരുന്നു. പിന്നത്തെ വർഷം അവർ എനിക്ക് ഗ്രേഡ് 10 തന്നു. പിന്നെ അവർ ഇൻ ബിറ്റ്വീൻ വേറൊരു ടീച്ചർ എടുത്തിരുന്നു. പിന്നെ അത് വീണ്ടും ആ ക്ലാസ്സസ് എനിക്ക് തന്നെ വന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് ഇനി അടുത്ത ഇതും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഈ ഓക്കെ, വളരെ നല്ല ഒരു അതിങ്ങനെ മോട്ടിവേറ്റിംഗ് എന്താണ് സ്റ്റോറി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് കാര്യം, നമ്മുടെ മെജൂസ് പാർക്കിന്റെ ഏത് കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു? ഞാൻ IGCSE ലെവല് സബ്ജക്ട് മാസ്റ്ററിങ് ആയി കമ്പ്യൂട്ടർ. ചെയ്യാൻ പോലെ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി ആ ഒരു 9 to 12 ജേണിയിലേക്ക്? മാം ആക്ച്വലി ഞാനൊരു 1.5 വർഷമായി ഞാൻ ഈ ഹയർ ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഉം. ആ 1.5 വർഷം കൊണ്ട് പഠിക്കാത്തതാണ് ഞാൻ പാസ്റ്റ് ഫ്യൂ മന്ത്സിൽ പഠിച്ചത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇങ്ങോട്ട് കിട്ടുകയല്ലേ, ക്യാപ്സ്യൂൾ പോലെ ഇങ്ങോട്ട് കിട്ടുക. നിങ്ങൾ ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ. മറ്റേത് നമ്മുടെ സീനിയേഴ്സ് ചെയ്യുന്നത് പഠിച്ചെടുക്കണം. നോക്കി പഠിക്കണം. അതിന് നമുക്കിപ്പോ സമയമില്ല, അത്രയും നമുക്ക് റിസർച്ച് ചെയ്ത് ചെയ്യാൻ സമയമില്ല. ഉം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നു, പഠിക്കുന്നു, അത് അപ്ലൈ ചെയ്യുന്നു, അവിടുത്തെ റിസൾട്ട് എന്താ നോക്കുന്നു, നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അതൊരു ഈസി ആയിട്ട് ചെയ്യുന്നു. ഇത് ഞാൻ പിന്നെ എടുത്ത നല്ലൊരു തീരുമാനമാണ്. ഓക്കെ, ബ്രിട്ടീഷ് സ്കൂൾ IG വളരെ യൂസ്ഫുൾ ആയി അല്ലേ? അതെ അതെ. ഓക്കെ, ബ്രിട്ടീഷ് സ്കൂളിൽ ഫസ്റ്റ് ടൈം ആണോ? ഇത് ബ്രിട്ടീഷ് അല്ല, സ്കൂളാണ്. ഇത് ബ്രിട്ടീഷ് സ്കൂൾ. അത് ഞാൻ മുൻപേ ഞാൻ വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതും കാംബ്രിഡ്ജിന്റെ തന്നെ എഡെക്സല്. അത് ഇത് എഡെക്സൽ ആയിരുന്നു, ഇത് ഇത് കാംബ്രിഡ്ജ് ആണ്. ഇപ്പൊ ഇനി എ കാംബ്രിഡ്ജ്. ലെവൽ ടീച്ചറായിട്ടാണ് പോവാൻ നിൽക്കുന്നത് അല്ലേ? അപ്പോ ഈ എ ലെവല് ഗ്രേഡ് 11 എടുക്കുന്നത് ഞാൻ മിനിസ്ട്രിയുടെ അതാണ്. പക്ഷെ സെയിം ബുക്കാണ് മിനിസ്ട്രിക്കും ഓക്കെ. ആ. എ ലെവലിനും സെയിം ബുക്കാണ്. അപ്പൊ എന്റെ സ്റ്റുഡൻസ് എ ലെവൽ എക്സാം എഴുതുന്നവരല്ല, മിനിസ്ട്രിയുടെ എക്സാം എഴുതുന്നവർ. ഓക്കെ. അപ്പൊ മിനിസ്ട്രിയുടെ പിന്നെ എനിക്ക് കുറച്ച് കാര്യം, ഇതനുസരിച്ചിട്ട്. കാരണം ഒമാനിൽ നിന്ന് നമുക്ക് ജോബ് കിട്ടിയ ടീച്ചേഴ്സിൽ ഫസ്റ്റ് ഇന്റർവ്യൂ ഇതില് യൂട്യൂബില് വരുന്നത്, അതായത് നമ്മുടെ കരിയർ ജേണി ചെയ്യുന്നത് ജാസ്മിയാണ്. ഇനി നമ്മുടെ ആ ടീച്ചേഴ്സ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇവിടെ സർട്ടിഫിക്കറ്റ് ഏത് അറ്റസ്റ്റേഷനാണ് വേണ്ടത് ഒമാനിലേക്ക്? നമുക്ക് നാട്ടിൽ നിന്ന് FSTL അറ്റസ്റ്റേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോസ്റ്റലാണ് വേണ്ടത്. ആ പിന്നെ വിസ എങ്ങനെ കിട്ടിയത്? ഫസ്റ്റ് ഒരു വിസ ജോബിന് പോയി എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയായിരുന്നു? ആ. അത് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ അവർക്ക് കൊടുക്കണം. ആ. കൊടുത്തു കഴിയുമ്പോൾ സ്കൂൾ ത്രൂ അവരത് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യുക അതായത് ചെയ്യും. കേരളത്തിൽ നിന്ന് സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ വിസ കിട്ടാറുണ്ട്. അവരുടെ ആ വിസയിൽ നമുക്ക് പോവാം. ആ പിന്നെ അവിടെ വേറെ സ്കൂളിലേക്ക് മാറി പിടിക്കണമെങ്കിൽ അവരുടെ NOC സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോകാം. അതില്ലെങ്കിൽ അവർ ബാൻ ചെയ്യും അല്ലെ നമ്മുടെ അത് പാസ്പോർട്ട്? ഇപ്പൊ ആ നിയമം ഇതാക്കി മാം, ബാൻ ചെയ്യുന്ന നിയമം ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഓക്കെ, ടീച്ചേഴ്സ് അപ്പൊ നോട്ട് ഇപ്പോ ചെയ്തോ, ബാൻ ചെയ്യുന്ന നിയമം ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പേടിച്ചിരിക്കണ്ട അല്ലെ? അതിപ്പോ അപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കോൺട്രാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതിലോട്ട് മാറാം. വേറെ ഇതാക്കാം, നേരെ നാട്ടിലേക്ക് തിരിച്ച് എക്സിറ്റിൽ പോരണ്ട, അവിടെ തന്നെ വേറെ സ്കൂൾ നമുക്ക് നോക്കാൻ പറ്റും. നോക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ, ഒട്ടുമിക്ക എല്ലാവരും ഫാമിലി വിസയിലുള്ളവരാണ്. അവർ നേരെ തിരിച്ച് ഫാമിലി വിസയിലോട്ട് തന്നെ മാറും. ആ. പിന്നീട് നോക്കിയിട്ട് പിന്നെ വേറെ ഇതിലോട്ട് ഇതാക്കാം. അപ്പൊ അപ്പോ ഫാമിലി ഇപ്പോ വിസ നാട്ടിലുള്ള ഒരു ടീച്ചർ, നമ്മുടെ നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടീച്ചർ നേരെ സ്കൂളിന്റെ വിസയിൽ പോയിട്ട് അതിനെ ഹസ്ബൻഡുമാർ അവിടെ ഉണ്ടെങ്കിൽ ഫാമിലി വിസയിലേക്കും അവർക്ക് മാറ്റാവുന്നതാണ് അല്ലെ? മാറ്റാം. ആ അതേപോലെ തന്നെ ഒരു സ്കൂളിൽ പോയിട്ട് അവിടെ വർക്ക് അറ്റ്മോസ്ഫിയറോ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേറെ സ്കൂള് നോക്കി നമുക്ക് അതിൽ നിന്ന് വിസ കിട്ടിയാൽ തിരിച്ച് നാട്ടിൽ വന്ന ആ സ്കൂളിന്റെ വിസയിലും പോകാവുന്നതാണ്. അത് ഇപ്പോ മിക്ക സ്കൂൾസും മാം അവര് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കും നമ്മൾ വിസ ഇതാക്കുമ്പോൾ. അപ്പോൾ അത് 1 ഇയർ കോൺട്രാക്ട് ആണെങ്കിൽ നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന വേണം. ഇനി 1 ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല വെച്ചാൽ ഡിഫറെന്റ് സ്കൂൾസിന് ഡിഫറെന്റ് പോളിസീസ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് കാശ് കൊടുക്കേണ്ടി വരും. അത് ഡിപ്പെൻസ് സ്കൂളാണ്. അപ്പൊ കോൺട്രാക്ട് ഉണ്ടെന്ന് വെച്ചാൽ കോൺട്രാക്ട് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അത് അങ്ങനെ. അടുത്തൊരു ക്വസ്റ്റ്യന്, ഇപ്പൊ പോകുന്ന സമയത്ത് സ്കൂൾ ജോബ് കിട്ടുമ്പോൾ വേറെ എന്തൊക്കെയാണ് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്? അക്കോമഡേഷനോ ഫുഡോ ട്രാൻസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇവിടുത്തെ സ്കൂൾസിൽ നിർബന്ധമായിട്ടും അവര് നമുക്ക് ഇത് തരണം, ഇൻഷുറൻസ് തരണം, മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പൊ അത് ഇൻഷുറൻസ്. ചില മെഡിക്കൽ ഇൻഷുറൻസ് അപ്പൊ അവരത് പ്രൊവൈഡ് ചെയ്യും. ചില സ്കൂൾസ് നമുക്ക് ഇയർലി ടിക്കറ്റിന്റെ അലവൻസും തരും.
അതാണ് മെയിൻ അക്കോമഡേഷൻ ആയിട്ട് അവർ ഞാൻ തരുന്നുണ്ട്, അക്കോമഡേഷനോ? അക്കോമഡേഷൻ മെയിൽ സ്റ്റാഫ്സിന് കിട്ടുന്നുണ്ട് ഹയർ പൊസിഷൻസിൽ. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിന് അവർക്ക് അലവൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള. അലവൻസ് അവർ ചെയ്യുന്നുണ്ടെന്ന്. ചിലവര് നാട്ടിൽ നിന്ന് ക്വാർട്ടേഴ്സ് റിക്രൂട്ട് ആയിട്ട് ചെയ്യുന്നവർക്ക് അലവൻസ്, നമ്മളും കേട്ടത് അലവൻസ് അവര് അക്കോമഡേഷനും ഇതൊക്കെ കൊടുക്കുന്നു എന്നാണ്. ഇപ്പൊ നമ്മുടെ ഒരു ടീച്ചർ അലവൻസും ഖത്തറിലേക്ക് പോയിട്ടുണ്ട്. ആ ആ ടീച്ചർക്ക് മുമ്പ് കിട്ടി ഒമാനില്, പക്ഷെ അവർ ചൂസ് ചെയ്തത് ഖത്തറാണ്. അങ്ങനെ കേട്ടു. ചിലവർക്ക് ഇവര് സ്കൂൾ ക്വാർട്ടേഴ്സ് പോലത്തെ ഇതുണ്ട്. അപ്പോ എന്താ വെച്ചാൽ ഫീമെയിൽ ആണെങ്കിലും ആ ഫീമെയിൽ സ്റ്റാഫിനുള്ള മാത്രം കൊടുക്കുന്നുള്ള ഫാമിലിക്കൊന്നും കിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ. അത് അങ്ങനെയാണ്. പിന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ ഇപ്പൊ നമ്മുടെ തന്നെ ഇംഗ്ലീഷ് ടീച്ചർ ഉണ്ട്, റംഷി, അവര് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് IELTS ഉണ്ടോന്ന് അറിയില്ല. ഇത് നിർബന്ധമാണോ അവിടെ? അത് ജാസ്മിയുടെ നിർബന്ധം ഒരു വിസ എക്സ്പീരിയൻസിൽ അടിക്കണമെങ്കിൽ. നിർബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെ. അതായത് മാം ഇവിടെ നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ എല്ലാ പ്രൈവറ്റ് സ്കൂൾസിലും നമുക്ക് ഇന്റർനാഷണൽ സ്കൂൾസിലും പഠിപ്പിക്കുകയാണെങ്കിൽ എക്സ്പാട്രിയേറ്റ്സ് ടീച്ചേഴ്സിന് IELTS ഇതാക്കണം. IELTS അത് എത്ര ജനറൽ ബാൻഡാണ് ചോദിക്കുന്നത്? അത് 6.5? 6.5 to 7 വരെ. വലിയ സ്കൂൾസ് ഒക്കെ ആണെങ്കിൽ 7 ചോദിക്കുന്നുണ്ട്. 6.5 ജനറൽ 6.5 എടുത്താൽ മുതൽ മതി. സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ആ 6 അപ്പൊ ഒരു ചില ബി സ്കൂൾസിൽ 6 എഡോ? മതി. ഓക്കെ, അപ്പൊ ബി ഇവിടെ എഡ് IELTS പറഞ്ഞു, ബി എഡോ? ബി എഡ് ചില സബ്ജക്ട്സിന് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ലൈക്ക് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, സ്റ്റാറ്റി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ സബ്ജക്ട്സിന് മാത്രം. ചില സബ്ജക്ട്സ് മാത്രം. സയൻസ്, മാത്ത്, ഇംഗ്ലീഷ് അതിനൊക്കെ ബി എഡ് നിർബന്ധം ഈവൻ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ അവർ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അത് ഇത് മിനിസ്ട്രിയുടെ ഇതുകളാണ്. അത് റിക്വയർമെന്റ്സ്. മിനിസ്ട്രി മിനിസ്റ്റർ റിക്വയർമെന്റ്സ് റിക്വയർമെന്റ്സ്. ആണെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പോ സൗദിയിൽ അത് മിനിസ്ട്രി കുറെ റിക്വയർമെന്റ്സിൽ അത് ഇതുവരെ ഇല്ല. ഇപ്പൊ അങ്ങനെ റിക്വയർമെന്റ്സ് ആണ് ചോദിച്ചിട്ടില്ല, ചിലത് നിർബന്ധമാക്കിയിട്ടില്ല. മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ ചിലപ്പോ ആ സ്കൂളിലെ PR ഇതൊക്കെ വെച്ച് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഒരു B.Ed ഇല്ലെങ്കിൽ അടിച്ചു തരില്ല, ചിലപ്പോ B.Ed ഉണ്ടെങ്കിൽ അടിച്ചു തരും. അതൊരു അത് ഭാഗ്യം പോലെ ഇരിക്കും ആ, അല്ലെ? അത് അത് മിനിസ്ട്രിയുടെ ഇതും പിന്നെ നമ്മുടെ സ്കൂളിന്റെ ഹോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത്. അതേപോലെയാണ് നമ്മുടെ വേറെ ടീച്ചർക്ക് കിട്ടിയെന്ന് പറഞ്ഞ ടീച്ചർക്ക് IELTS ഇല്ല എന്ന് എനിക്ക് അവരുടെ കരിയർ ജേണി വരുന്നുണ്ട്. അപ്പൊ IELTS അതവര് വിസ ഇല്ല. അടിക്കുന്ന സമയത്ത് അവർ നിർബന്ധമായിട്ട് പറയും IELTS അല്ല, വേണം എന്നുള്ളത്. ഇത് വിസയിൽ വരുന്നവർക്കാണ് IELTS വേണ്ടത്. അവിടെ ഫാമിലി വിസയിലുള്ളവർക്ക് ഇത് വേണ്ട. അല്ല, ഫാമിലി വിസയിൽ നമ്മൾ എന്തായാലും സ്കൂൾ വിസയിലോട്ട് മാറണം. നമുക്ക് അധികം ഓ, നാള് സ്കൂൾ വിസയിൽ അങ്ങനെയാണോ ഒമാനില്? ഫാമിലി വിസയിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല? ഇല്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഇല്ലീഗലാണ്. കാരണം എന്താന്ന് വെച്ചാൽ ചെക്കിങ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടു. അപ്പൊ ഓക്കെ. അതുകൊണ്ട് അപ്പൊ നമ്മൾക്കത് നിർബന്ധാണ്. സൗദിയിലെ പോലെ ദുബൈയിലെ പോലെ ഫാമിലി വിസയില് വർക്ക് ചെയ്യാൻ പറ്റില്ല ഒമാനില്. ഇല്ല, ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ആവും. അത് ടീച്ചേഴ്സ് നമ്മൾ നോട്ട് ചെയ്യട്ടാ. ഹസ്ബൻഡുമാർ ഒമാനിലുള്ളവരൊക്കെ വേഗം നോട്ട് ചെയ്തോ, അതുപോലെ നാട്ടിൽ നിന്ന് പോകാനുള്ളവര്. യാ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ മാക്സിമം ചിലപ്പോ ഈ സ്കൂൾസ് ഒക്കെ ഒരു വർഷം വരെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതാക്കും. പക്ഷെ ചെക്കിങ് വരുന്ന സമയത്ത് അവർ നമ്മളോട് അത് വലിയ ഇൻഫോം റിസ്ക് ചെയ്യും. ആണ്, കാരണം നമുക്ക് ഇൻഫോം ചെയ്യും. പണിയെടുക്കാൻ പറ്റില്ല എന്നതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ. ഇൻഫോം ചെയ്താൽ നമ്മളോട് അവരുടെ അടുത്ത് നിന്ന് മാറാനോ എന്തെങ്കിലും പറയും. അല്ലെങ്കിൽ അവർ കാണിക്കും ഇന്ന ഇന്ന പേപ്പേഴ്സ് ഞങ്ങൾ ഓൾറെഡി പ്രോസസ്സിംഗ് ആണ്, ഇന്ന സമയത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ വിസ ആക്കും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ വിസയിൽ നിന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ജോബ് സ്വിച്ച് ചെയ്യാനും പറ്റാത്തത്. നമ്മൾ അങ്ങനെ ഒരു ഓൾറെഡി ബുദ്ധിമുട്ടുണ്ട് അവിടെ. അപ്പൊ IELTS ഇത് ഇതാക്കണം. അപ്പൊ ഇനി ഒരു ടീച്ചറും കൂടെ, നിങ്ങളത് രണ്ടാളും കൂടെ സമ്മറി എടുത്തിട്ട് ഒരു വീഡിയോ ടീച്ചേഴ്സ് ഞാൻ തരാം കേട്ടോ. പിന്നെ IELTS നമ്മള് ഈ സ്കൂളിൽ നിന്ന് നമ്മളിപ്പോ 2 വർഷം കഴിഞ്ഞ് 2 വർഷത്തെ വാലിഡിറ്റി ആണല്ലോ IELTS-നുള്ളത്. വേറെ ഇതിലോട്ട് മാറുമ്പോൾ നമ്മൾ ആദ്യം IELTS എഴുതണം. വീണ്ടും അത് ചെയ്യണം അല്ലെ? അത് അപ്പൊ ചെയ്യണം. അതിന്റെ ഒരു സംഭവമുണ്ട്. പിന്നെ എന്താ എന്താ പറയാ, ഏപ്രിലാണ് ഇവിടുത്തെ പോലെ തന്നെ ഇന്ത്യൻ സ്കൂൾ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലൊക്കെ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അധികം അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഡിസംബർ ജാനുവരിയിലാണ് അല്ലെ? ജാനുവരി, ഫെബ്രുവരി ഈവൻ ആ ഒരു ബ്രിട്ടീഷ് സമയത്താണ് അമേരിക്കൻ സ്കൂൾ നമുക്ക് ആ സമയത്ത് നടത്തുന്നുണ്ട്. വേക്കൻസീസ് അധികം വരും ആ സമയത്താണ്. ഓക്കെ. പിന്നെ എന്താ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലൊക്കെ ഓഗസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്തുണ്ട് അല്ലെ? ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട്. ഒമാനില് സാധാരണ ഒരു മിനിമം ഒരു സാലറി എത്ര കിട്ടുന്നുണ്ട് ആളുകൾക്ക്? മിനിമം സാലറി ഇപ്പോ ഇവിടെ ഇങ്ങനെ ചോദിച്ചപ്പോ 250-ലൊക്കെയാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത്. അതായത് നമ്മുടെ 2000 നാട്ടിലൊരു 50,000 രൂപയൊക്കെ. 2500 ഇപ്പൊ സൗദിയുടെ ഇത് പറയുകയാണെങ്കിൽ 2500-ല് സ്റ്റാർട്ട് അപ്പൊ ഒരു ചെയ്യുന്നുണ്ട്. നാട്ടിലൊരു 60,000, 50 സിക്സ്റ്റി പിന്നെ തൗസൻഡ് സാലറി. മറ്റുള്ള സ്കൂൾസിൽ നോക്കിയിട്ട് അവരുടെ എക്സ്പെർട്ടൈസും പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൂട്ടിയിട്ട് പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട്. അതാക്കിയിട്ടൊക്കെ ഇതാക്കുന്നുണ്ട്. പിന്നെ മാം ഈ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ മിനിസ്ട്രി കുറച്ച് നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് വേണം. അതായത് നമുക്ക് ഇവിടെ വിസ കിട്ടണമെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് അവരിപ്പോ. അപ്പോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമേ മുമ്പ് അത് എക്സ്പീരിയൻസ് വേണമെന്നേ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എന്റെ വിസ ചെയ്യുന്ന സമയത്ത്
ഞാൻ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ കൂടി എനിക്ക് ഇവിടുന്ന് കുറെ അറ്റസ്റ്റേഷൻസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഇതിലും ഞാൻ വർക്ക് ഇത് ചെയ്തിരുന്ന സ്കൂൾ സ്കൂളിന്റെ സപ്പോർട്ട് ചെയ്യുന്നു. അറ്റസ്റ്റ് ചെയ്യാൻ. അല്ല മാം, അവർ നമ്മുടെ അടുത്ത് റിക്വയർമെന്റ്സിന്റെ പേപ്പർ തരിക ചെയ്യും. ഓക്കെ. ഇന്ന ഇന്ന സാധനങ്ങൾ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ നാട്ടിലത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമ്മലും ഒക്കെ നമ്മൾ അറ്റസ്റ്റേഷൻ വേണം എന്ന് പറഞ്ഞു. ഞാൻ റീസെന്റ് ആയിട്ട് വിസ ചെയ്ത 2 ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു ടീച്ചറുടെ അടുത്ത് അവര് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു ടീച്ചറുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അതാണ് മിനിസ്ട്രിയുടെ ഇതിലാണ് ഇതെല്ലാം പോകുന്നത്. അത് ആ ഒരു സമയത്ത് ഇതനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അതാണ് നമ്മള് റിക്വയർമെന്റ്. ഓരോ ഇതിലും നമ്മുടെ പെർഫോമൻസും നോക്കിയിട്ട് അങ്ങനെയുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ CBSE-യിലൊക്കെ B.Ed ചോദിക്കുന്നതാണ്. പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീച്ചേഴ്സിന് B.Ed ഇല്ലാതെ അവരെടുക്കുന്നുണ്ട്. അങ്ങനെ ആ നടക്കുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞ ഇനിയിപ്പോ ഇതേപോലെ തന്നെ വേറെ ടീച്ചേഴ്സ് എല്ലാവരും ഇങ്ങനെ വരുന്നില്ലല്ലോ വീഡിയോയില്. ഒരു ടീച്ചറും കൂടെ വരുന്നുണ്ട് ഒമാനിന്ന്, നമ്മുടെ ഒരു ടീച്ചർ. അപ്പൊ അവരടുത്തും ഇത് ചോദിക്കണം. അതിന് അപ്പൊ IELTS ഇതാണ് വലിയൊരു കാര്യമാണ് IELTS അല്ലെ? വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് അവര്. മിനിസ്ട്രി ചോദിക്കുന്നതാണ് അതൊക്കെ. അപ്പൊ വിസ അടിക്കണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അവരിങ്ങനെ നോക്കും, ഇന്നതൊക്കെ ഉണ്ടോ, ഇതെല്ലാം പേപ്പർ സബ്മിറ്റ്. മിനിസ്ട്രി റിക്വയർമെന്റ്സ് ആണ്. അതൊക്കെ മിനിസ്ട്രി റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ. അപ്പോ പിന്നെ ചോദിക്കാനുള്ളത്, പിന്നെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, നമ്മൾ ചെല്ലുമ്പോൾ മറ്റ് ടീച്ചേഴ്സ് ലാസ്റ്റ് നമ്മുടെ മെമ്പേഴ്സ് മീറ്റില് നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, മെജൂസ് പാർക്കിന്റെ ടീച്ചേഴ്സിന്റെ മീറ്റിംഗിൽ ഒരു ടീച്ചർ പറഞ്ഞിരുന്നു ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അന്നേരം നമ്മൾ അവിടെ ആണ്, കറക്റ്റ് ഞാൻ ചെയ്തിരുന്നു. കേട്ടിരുന്നു ടീച്ചർ ജാസ്മിൻ പറഞ്ഞപ്പോ. ഉണ്ടായിരുന്നല്ലോ. ആ, ആ. അപ്പോ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ആരും ഹെൽപ്പ് ഒന്നും ചെയ്യുന്ന പ്രതീക്ഷിച്ച് പോകണ്ടല്ലോ ജാസ്മിൻ. ഇല്ലില്ല. കാരണം അത്ര അവരും നല്ല ബിസി ആയിരിക്കും. ആ അവർക്കും സമയം ഉണ്ടാവില്ല നമ്മളെ ഇരുത്തി പഠിപ്പിച്ചു തരാനൊന്നും. അവിടെ അപ്പൊ നമ്മൾ സർവൈവ് തന്നെ അത് നമ്മുടെ കണ്ടെത്തി ആവശ്യം. നമ്മൾ ട്രെയിൻ ചെയ്യുക, നമ്മൾ പഠിച്ചെടുക്കുക. ഒരാൾ അതെ. നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് കയറി പോകരുത്. ഇല്ല ഇല്ല അല്ലെ? ഇല്ല. ഓക്കെ. അപ്പൊ അന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്തിരുന്നതൊക്കെ ഇപ്പൊ ഞാൻ അതില് നല്ല ഇതായി. ഇപ്പൊ എന്റെ അടുത്ത് അവിടെയുള്ള മറ്റുള്ള ടീച്ചേഴ്സ് ആയാലും അവര് ഹെൽപ്പ് ചോദിക്കും. അന്ന് നമ്മളതൊക്കെ നമ്മൾ പഠിച്ചെടുത്തതാണ് ഇതെല്ലാതും. അപ്പോഴാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നിടത്തോളം നമ്മൾ ഇപ്പൊ കണ്ടില്ലേ, 9th ഇപ്പൊ 11th ടീച്ചറായിട്ടാണ് പോകാൻ പോകുന്നത്. പിന്നെ ആ ചെറിയ കുട്ടികളുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് കുറച്ച് പാടുപെട്ടു എന്ന് പറഞ്ഞില്ല, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ജാസ്മിനെ ആ കൊണ്ട് ഒരു സെഷൻ എടുപ്പിക്കാം, നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി ചെയ്യിപ്പിക്കണം എന്നുണ്ട്. അത് കുട്ടികള് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസും ഈ സ്റ്റുഡൻസും തമ്മിലുള്ള ഒമാനി സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എങ്ങനെയാണ് ഒമാനി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? ഒമാനി സ്റ്റുഡൻസ് അവര് ശരിക്കും അറബ്സ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്നവരായിരിക്കും ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ലെക്ചർ ചെയ്ത് എഴുതുന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവിടെ ശരിയാവേയില്ല. അവർക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസ് വേണം, അവർക്ക് ഇങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കണം ക്ലാസ്സിൽ. അപ്പോ അതിനുള്ള വഴികളൊക്കെ നോക്കി. ഇപ്പോ AI ഒക്കെ ഉള്ള കാരണം കുറെ അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസും അതൊക്കെ എടുത്ത് ചെന്ന് അവര് പിന്നെ കുറെ നമ്മള് അവരെ തന്നെ വിളിച്ച് നിങ്ങൾ ഇത് ചെയ്യൂ, നിങ്ങൾ കാരണം ഞാൻ ICT ആയതുകൊണ്ട് കുറെയൊക്കെ അവർക്ക് അറിയാം കുറെ കാര്യങ്ങൾ. കുട്ടികളും ഇതിൽ ഭയങ്കര ഇതാണ്. അപ്പോൾ നമുക്ക് അവരെ കൊണ്ട് നിങ്ങൾ ഇന്ന ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ അവരും ഇതായിട്ടിരിക്കും. ഇപ്പൊ ഫസ്റ്റത്തെ ഒരു 6 മാസം ശരിക്കും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ക്ലാസ് റൂം മാനേജ് ചെയ്യാനൊക്കെ. കാരണം എന്തായാലും പുതിയൊരു ടീച്ചർ. നമ്മുടെ ടീച്ചേഴ്സിന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഒരു സെഷന് നമ്മുടെ മെജൂസ് പാർക്കിലെ ടീച്ചേഴ്സിന് കൊടുക്കണം കേട്ടോ. പുതിയ ടീച്ചേഴ്സ് ചെല്ലുമ്പോ കുട്ടികൾ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മളിട്ടിട്ട് വട്ടം കറക്കും. അവര് വട്ടം അപ്പൊ കിടക്കും, കാരണം അവരുടെ ടൈമാണ്, അത് അവർക്ക് ആ കിട്ടിയ ചാൻസ് ആണ്. എല്ലാ കുട്ടികളും നമുക്ക് അങ്ങനെ. മിക്സഡ് ടീച്ചേഴ്സ് നോട്ട് സ്കൂളാണ്. ചെയ്യൂട്ടോ. ആ എല്ലാ ക്ലാസ്സസും മിക്സഡ് ആണ്. ഗ്രേഡ് 12 മിക്സഡ് ആണ്. അപ്പോ വലിയ ക്ലാസ് ഒക്കെ എത്തുമ്പോൾ ബോയ്സ് കൂടുതലും ഗേൾസ് കുറവായിരിക്കും. അവര് ബഹളം വെച്ചു എന്തൊക്കെ കുറുമ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോ അവരും എന്നെ കുറച്ച് നാളായില്ലേ കാണുന്നത്. നമ്മളും അതായത് ഞാൻ അവിടെ പോയിട്ട് ഇന്നതൊക്കെയാണ് എന്റെ എക്സ്പെക്ടേഷൻസ്, ഇന്നത് നിങ്ങൾ ചെയ്തില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കോൺസിക്വൻസസ് ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഏത് നേരവും പറയും, ഇന്നതുപോലെ ആയിരിക്കണം എന്റെ ക്ലാസ്സിൽ, ഇന്നതുപോലെ ആവണം. അപ്പൊ ഇപ്പോ അത്രയും ബുദ്ധിമുട്ടില്ല. ക്ലാസ്സസ് ഒക്കെ കയറുമ്പോ തന്നെ ഞാനിപ്പോ ക്ലാസ് അവർ സെറ്റിൽ ആവാണ്ട് ഞാൻ ക്ലാസ്സിന്റെ ഉള്ളിൽ കയറില്ല. അത് അവർക്കറിയാം. ഞാൻ അവിടെ വാതിന്റെ അവിടെ നിൽക്കും. 5 മിനിറ്റ് ആയാലും 7 മിനിറ്റ് ആയാലും ഞാൻ അവിടെ നിൽക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരിക്കാതെ ഞാൻ ക്ലാസ്സിലോട്ട് കയറുകയില്ല അവർ. അപ്പൊ അവർ ഇരിക്കും. ചിലപ്പോ ഏതെങ്കിലും ഒരു കുട്ടി എണീറ്റിട്ട് എല്ലാവരോടും പറയും ഇരിക്കി എല്ലാവരും ഇരിക്കുന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇപ്പൊ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല. അപ്പൊ ആ തുടക്കത്തിലേ നമ്മൾ അതിട്ട് ഓടിപ്പോന്ന പിന്നെ നമ്മൾ കയറി പോവില്ല, അതിനെ നമ്മൾ ഓവർകം ചെയ്യാം അല്ലെ? ഞാന് ജോയിൻ ചെയ്ത സമയത്ത് ഇത്രയും നാളും വീട്ടിലൊക്കെ ഇന്ന് കോവിഡും ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ അവിടെ എത്തി ഞാനൊരു 3 മാസം കൊണ്ട് ഒരു 7 kg ആണ് കുറഞ്ഞു പോയത്.
രാത്രി എനിക്ക് ഉറക്കമില്ല, അത്ര എനിക്ക് ചെറിയ അതുപോലെ ഭയങ്കര ആ വർക്കും സ്ട്രെസ്, കാര്യങ്ങളൊക്കെ വർക്കും. പല ടീച്ചേഴ്സും പറയാറുണ്ട് ചെറിയ ക്ലാസ് കയറുമ്പോഴൊരിത്. എന്നാൽ ആ ഉം. ചെറിയ ക്ലാസ്സിലും വലിയ ക്ലാസ്സിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വലിയ ക്ലാസ്സിൽ അത്ര ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. ഇല്ല മാം, പക്ഷെ ഒരു ഈ കുട്ടികൾ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും. ആ നമ്മൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കഴിഞ്ഞാൽ വരുന്നു, ഹഗ് ചെയ്യുന്നു, ആ കുറേ സ്നേഹം കാണിക്കും. അപ്പൊ എനിക്ക് ചെറിയ ക്ലാസ്സും വലിയ ക്ലാസ്സിൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഡിഫറൻസ് അറിയാം. ഞാൻ ചിലപ്പോ വലിയ ക്ലാസ്സിൽ നിന്ന് അത്രയും സ്ട്രെസ് ആയിട്ടാവും ഞാൻ ഈ ചെറിയ ക്ലാസ്സിലോട്ട് ഓടിയത്. അപ്പൊ ഇവിടെ ഇവർ കുറുമ്പന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെറിയതൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്നേഹപ്രകടനം കൂടുതലാണ്. 1ാം ക്ലാസ് തൊട്ട് 4 വരെ, 1 to 4. അവിടുന്ന് 5 to 8 എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 9 to 12 കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാൻ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബാച്ച് 5 to 8 അവര് ആ ഒരു ടീനേജും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് മനസ്സിലാക്കിയതാണ്, ഞാനും 1ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ മക്കൾക്ക് എന്താ വെച്ചാൽ സ്നേഹം കൂടും, ഭയങ്കര ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരും, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. വലിയ കുട്ടികൾ എന്താന്ന് വെച്ചാൽ അവര് ഈ കുട്ടികളെ പോലെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യൂല, പക്ഷെ അത്ര ഇങ്ങോട്ട് ഭയങ്കര ഇതാവൂല. ചെറിയ കുട്ടികളെ പോലെ ഭയങ്കര ഇല്ല 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 ഇതായിരിക്കില്ല, ഇല്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ എന്താണ് നമ്മുടെ ടീച്ചേഴ്സിന് ഇപ്പൊ കുറെ സമയം ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട്, കാരണം ഒമാനിലെ ടീച്ചേഴ്സ് അധികം നമ്മൾ എന്താണ് ഇരുന്നിട്ടില്ല കരിയർ ജേണിയിൽ. അപ്പൊ എന്താണ് നമ്മുടെ മലയാളി ടീച്ചേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മൾ സാധാരണക്കാരാ, നമ്മളെ നാട്ടിൽ നിന്ന് ഡിസ്റ്റൻസ് ഡിഗ്രി ആയിക്കും അല്ലെങ്കിൽ റെഗുലർ ഡിഗ്രി, അതും കൂടെ ചോദിക്കണം. ഡിസ്റ്റൻസ് ഡിഗ്രി അറ്റസ്റ്റ് ചെയ്ത് ആക്സെപ്റ്റഡ് ആണോ? അത് എടുക്കുന്നില്ല എന്നായിരുന്നു കേട്ടിരുന്നത്. അതൊക്കെ ഈ മിനിസ്ട്രി എന്താ പറയാ, നമ്മൾ കൊണ്ടു മിനിസ്ട്രി കൊടുക്കുന്ന റിക്വയർമെന്റ്സിൽ അങ്ങനെയായിരുന്നു കേട്ടിരുന്നത് അല്ലേ? അതെ. അത് പിന്നെ മാം, നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും സ്കൂളിന് ഹോൾഡ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതൊന്നും അവര് നോക്കില്ല. അതാണ് പറഞ്ഞത്. ഞാനിപ്പോ എനിക്ക് നേരത്തെ ഒരു ടീച്ചറും കൂടി ജോയിൻ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ടീച്ചർക്ക് IELTS ഇല്ല എന്ന് തോന്നുന്നുണ്ട്, അതാ പറഞ്ഞത്. ഇനി അവരുടെ അത് നിന്ന് കേൾക്കാന്ന് പറഞ്ഞ. അപ്പൊ ഈ സ്കൂളില് PR-ഉം ഇതൊക്കെ എല്ലാരും ഒമാനീസ് തന്നെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇതും സ്കൂളിന്റെ ഇതൊക്കെ ആവുമ്പോ നമുക്ക് ശരിക്കായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല ഇന്നത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളത്. അത് സ്കൂൾ നല്ലൊരു അതനുസരിച്ച് ടീച്ചർ ആണെങ്കിൽ, നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ആണെങ്കിൽ അവരെടുക്കും. അതാണ് എടുക്കും. സംഭവം. കാരണം ഉം. അവരെ കുട്ടികൾക്ക് റിസൾട്ടും ആ കുട്ടികൾക്ക് അവർക്ക് നല്ലൊരു എംപ്ലോയി ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. അത് എടുക്കും. ഒമാനിലും ഖത്തറിലും സൗദിയിലും ഇവിടെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഒരു കൾച്ചർ അല്ല, നമ്മൾ അതിലേക്ക് സെറ്റ് ആവണം. അതെ എൻട്രിയിൽ അതെ കയറി പിന്നെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെയല്ലേ പോയത് അതെ അല്ലെ? അതെ. കാരണം എന്താ അപ്പൊ വെച്ചാൽ നമ്മുടെ അവരുടെ ഒരു കൾച്ചറും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് നല്ല വ്യത്യാസമുണ്ട്. എന്റേത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ, അങ്ങനെയല്ല. അവരുടെ ഇതിലോട്ട് നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ. അതെ, അവരുടെ ലെവലിലേക്ക് പോകണം നമ്മൾ. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ടീച്ചേഴ്സിനോട് എന്താണ് പറയുക? ആ, അത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരുപാട് ഇങ്ങനെ റിജക്ഷൻസ് വന്നാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇരിക്കാണ്ടിരിക്കുക. നിങ്ങൾ ആ രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരെണ്ണം പ്രിന്റ് എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക. നേരിട്ട് അപ്പൊ പോയി അവര് കൊടുക്കുക. നേരിട്ടിട്ട് പോയിട്ട് കൊടുക്കുക. ഉം. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ അറിഞ്ഞിടത്തോളം അവരത് അങ്ങനെ കീപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോ അവര് കിട്ടിയ CVs നോക്കിയിട്ട് പെട്ടെന്ന് വിളിക്കും. അപ്പോ അങ്ങനെ ഒരു ഓപ്ഷനും, അതായത് നേരിട്ടിട്ട് ഒരു ദിവസമൊക്കെ അതിനിറങ്ങി സ്കൂൾസ് ഇങ്ങനെ പോയിട്ട് അവരവിടെ വേക്കൻസി ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട, കൊണ്ടുപോയിട്ട് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അവർ ആവശ്യം വരുമ്പോ വിളിക്കും. പിന്നെ എന്തിൽ കയറി കഴിഞ്ഞാലും നമ്മളുടെ ട്രൈ ചെയ്യുക, നമ്മൾ പഠിക്കുക, പുതിയതായിട്ട് ഇതാക്കുക. നമ്മൾ ആ നിന്നെടുത്ത് നിൽക്കാതെ നമുക്ക് എന്താണ് വലിയ ചെയ്യാൻ പറ്റുക, പുതിയതായിട്ട് പഠിച്ച് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുക അത് നോക്കുക, അതിൽ അങ്ങനെ പോവാം. അപ്പോൾ സക്സസ് ഉണ്ടാവും. ഹാർഡ് വർക്ക് ചെയ്യുക. അത് ജാസ്മി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു ആ ഒരു ലെവലിലേക്ക് ജാസ്മി എത്തി അല്ലെ? അതിനു വേണ്ടിയിട്ട് അതെ നമ്മളെ എന്താണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. അത്രയല്ലേ അതെ ചെയ്യുന്നത്? അതെ. അതായത് നമ്മൾ എപ്പോഴും എന്തെങ്കിലും കോഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും, "ഓ, ഇത്രയും കാശ് കൊടുത്തിട്ട് ഞാൻ എന്തിനാ ഇപ്പൊ ഇത് പഠിക്കുന്നത്, എനിക്കിത് ഇങ്ങനെ ചെയ്താൽ പോരെ." പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോഴ്സ് എടുത്ത് പഠിക്കുക തന്നെ വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേറൊരാള് പഠിപ്പിച്ചു തരുന്നതും നമ്മൾ സ്വയം പഠിക്കുന്നതും കുറെ ടൈം കൺസ്യൂമിങ് ആണ്. കുറെ എന്താ പറയാ, നമുക്ക് ചിലപ്പോൾ ഫുൾ ആയിട്ട് കിട്ടില്ല. അപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ നമ്മൾ പഠിപ്പിച്ചു തരുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ജോബ് നോക്കുന്ന സമയത്ത് മാമിന് അങ്ങനത്തെ എന്താ ഹൗ ടു ബിക്കം ഇന്റർനാഷണൽ ടീച്ചർ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അതിൽ എത്തിയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിൽ എത്തിണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്റെ സബ്ജക്ട് ഉണ്ട് എന്ന് കണ്ടപ്പോ ഞാൻ ഓക്കെ, അത് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. അത് കുറേ കാശല്ല, നമുക്ക് കിട്ടുന്നതിന് കുറച്ച് കുറച്ച് എടുത്തു വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ തന്നെ പൊക്കിക്കൊണ്ടുവരണം. വേറെ ആരും ഇപ്പൊ നമ്മളെ പൊക്കും ഇതാക്കാൻ ഉണ്ടാവില്ല എന്തായാലും. അതാ എനിക്ക് പറയാനുള്ളത്. ജാസ്മിയുടേത് എൻ്റെ ലൈഫുമായിട്ടും കുറെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കും ഇതായിരുന്നു. ഞാനിവിടെ വരുന്നത് വരെ എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ എത്രത്തോളം നമ്മളെ പോളിഷ് ചെയ്തുകൊണ്ടോണം.
അതിപ്പോ മെജൂസ് പാർക്ക് ഉണ്ട്, ഇപ്പോ വേറെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ടാവും. അതിപ്പോ ഓരോ ടീച്ചേഴ്സ് ഇപ്പൊ ഇത് വാച്ച് ചെയ്യുന്നവർ അവരെവിടെയാണ് അവിടുന്ന് എടുക്കാം കോഴ്സുകൾ അല്ലെ. നമ്മൾ അതെ അതെ നമ്മളുടെ ജോബിലേക്ക് പോകാനുള്ള കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഉം. കാരണം ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് സെന്ററുകൾ ഇപ്പൊ ജജൂസ് പാർക്ക് ആവട്ടെ, പുറത്ത് ഏത് സെന്റർ ആവട്ടെ, എവിടെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, നമ്മൾ ഇത് എടുക്കുമ്പോഴുള്ള ഗുണം അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയില്ല. വേറൊരാൾ ഇതിലൂടെ പോയ ആളുകൾ അത് തരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക അതെ. ചെയ്യും. പിന്നെ നമ്മൾ അതിന് ഹാർഡ് വർക്കും ചെയ്യാം. ഉം. ഇത്രയല്ലേ. ഓക്കെ, വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻ ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് സമയം എനിക്കറിയാം വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം തിരക്കാവും ഒരു വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ. അതെ. അതിൽ വന്ന് ഇത്രയും സമയം നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.